ഹായ്, ഞാൻ വീണ്ടും വന്നു. ഗിരി തൃശ്ശൂർ വീണ്ടും ചാനപ്പായ്ക്കാണ് പ്രതീക്ഷ. ഒരു വിളി വരും എന്നുള്ളൊരു പ്രതീക്ഷ. അതായത് ഞാൻ തുടങ്ങാണ്. ഈ അടുത്തൊരു സംഭവം നടന്നു. നമ്മുടെ കുംഭമേളയിൽ മോണാലിസ വൈറലായപ്പോൾ അവിടെ കുംഭമേളയിൽ അവർ മാല വിൽക്കായിരുന്നു. മാല ഫുട്പാത്തിൽ മാല വിറ്റ് അത് പെട്ടെന്ന് വൈറലായി. ആ പുള്ളിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് 15 ലക്ഷവും കൊടുത്തു, മാലയും കൊടുത്തു, ഡയമണ്ടും കൊടുത്തു. ഞാൻ ഈ തൃശ്ശൂരിൻ്റെ കുംഭത്തിൽ കൊല്ലങ്ങളായി ഫുട്പാത്തിൽ കച്ചവടം ചെയ്യണം. അങ്ങോട്ട് ഓടി നടന്ന് ഇങ്ങോട്ട് പൂരപ്പറമ്പ് ഓടി നടന്ന് കച്ചവടം ചെയ്യണം. നമുക്കൊരു 15 ലക്ഷവും ഇല്ല, ഡയമണ്ടും ഇല്ല, ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞ് നോക്കണില്ലേ. പക്ഷെ ആരും വിളിക്കണില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടാ. കുറച്ച് ആൾക്കാർ വിളിക്കും. ആരാന്നറിയോ? ഹലോ, ഗിരി അല്ലേ? ആ, 20,000 ലോൺ എടുത്തിട്ടാണല്ലോ, നടത്തിട്ടില്ലല്ലോ. ഇവര് ആൾക്കാർ വിളിക്കാറുണ്ട് SBI നിന്നും അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും പലിശ. അല്ലാതെ നമ്മൾ ആരും പട്ടിക്കുഞ്ഞും പോലും തിരിഞ്ഞു നോക്കില്ല. കൊല്ലങ്ങളായിരിക്കും ഈ തൃശ്ശൂരത്തെ കുമ്പത്തിൽ കിടന്നിട്ട് പറമ്പിൽ കിടന്നിട്ട് കച്ചവടം ചെയ്യണം. അപ്പോൾ കുമ്പമണലിൽ മോണസ് വൈറലായി, ഞാൻ ഇതൊരു വൈറലായിട്ടില്ലെന്ന് പറഞ്ഞൊരു വിഷമമാണ് ഈ പറഞ്ഞത്. അതുപോലെ ഞാൻ ടൗണിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരാൾ അത് ഞാൻ സിനിമയുടെ പിന്നാലെ ഓടിയിട്ട് കുറേ കാശും പോയിട്ടുണ്ട്, കുറേ ഒരിടത്തിലെത്തിയിട്ടുമില്ല. അപ്പോൾ അത് അവനറിയാം. പണ്ടത്തെ ഒരു സുഹൃത്ത് വന്നു, എൻ്റെ അടുത്ത് വന്നു. പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ ബാങ്കിൽ കയറാണ് ഗിരി, ലോണിനൊക്കെ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്, ഞാൻ മാനേജർ സംസാരിക്കാൻ പോയി, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു പുള്ളി പോയിട്ട് 2 അടി വെച്ചിട്ട് പൊട്ട് പിന്നാലെ 2 ബാക്ക് വന്നിട്ട് പറയാ, സിനിമയിൽ പോയിട്ടൊന്നും ആയില്ല അല്ലേ, ഒക്കെ ശരിയാവും, പോണ വഴിക്കൊണ്ട് പോയാൽ മതി, പോണ വഴിക്കൂടെ താങ്ങും. ഇങ്ങനത്തെ കുറേ കുറിപ്പുകളുണ്ട് നമുക്ക് ചുറ്റും. അതുപോലെ തന്നെ നമ്മളെ റൗണ്ട് തൃശ്ശൂർ റൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായി ഇല്ലേ? ആ റൗണ്ടിൻ്റെ ഇപ്പുറത്താണ് ഞാൻ കച്ചവടം ചെയ്യണം. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഗിരി ഈ പത്തായപ്പുറ ബിൽഡിംഗ് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ 10 അടി കാണാൻ മതി, അത് പാറമേക്കോലെ പത്തായപ്പുറ ബിൽഡിംഗ് ഉണ്ട്, 10 അടി കാണാൻ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി ഇതുപോലെ തന്നെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു ചോദിക്കുക, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചേ, ചേട്ടാ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ അവിടെ എന്തോ ബിൽഡിംഗ് ഉണ്ട്. എൻ്റെ പൊണ്ണ് ചേട്ടാ, അവിടെ ബിൽഡിംഗ് പോയിട്ട് പൂഴിമണൽ പോലും ഇല്ലേ, വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തൃശ്ശൂർ റൗണ്ടിൽ സെക്കൻഡിൽ 100 കണക്കിന് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളെന്ന് ചോദിക്കുക റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന്. അപ്പോൾ വെറുതെ ഒരു താങ്ങ്. ഇങ്ങനത്തെ കുറെ കുറിപ്പുകളുണ്ട് നമ്മുടെ തൃശ്ശൂർ. ഏതായാലും ഇന്നത്തെ പെർഫോമൻസ് കൂടെ നിർത്താണ്. വിളിച്ച സന്തോഷം, വിളിക്കണമെന്ന് പിന്നെ അപേക്ഷിക്കുകയാണ്. താങ്ക് യു.